ഇപ്പോൾ അനിൽകുമാർ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് പ്രതിപക്ഷം ഈ വിളവെടുപ്പിൻ്റെ സമയത്ത് നടത്തുന്ന അസ്വസ്ഥത ആ വിളവിൻ്റെ വലിപ്പം കണ്ടിട്ടാണ്, അങ്ങനെയാണോ? ഡോക്ടർ അരുൺകുമാർ, പ്രത്യക്ഷത്തിൽ കാണുന്ന പദ്ധതിയും പ്രത്യക്ഷത്തിൽ കാണാത്ത പദ്ധതിയുമുണ്ട്. നമ്മൾ നേരിട്ട് കണ്ണുകൊണ്ട് കാണാത്ത ഒരു പദ്ധതിയാണ് ഇവർ പൊക്കിപ്പിടിച്ച് പ്രഖ്യാപിച്ചത്, അതിദാരിദ്ര്യമുക്തം. നേരെ മറിച്ച് വിഴിഞ്ഞമോ അല്ലെങ്കിൽ UDFിൻ്റെ കാലത്ത് പൂർത്തിയാക്കിയ ഏതെങ്കിലും പദ്ധതികളാണെങ്കിൽ നമുക്ക് കണ്ണുകൊണ്ട് കാണാം. ഇത് കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല. അപ്പോൾ പറയുകയാണ് 64,000 പേര് ദരിദ്രമുക്തരായി. ആർക്ക്? അരുൺകുമാറിനും കാണാൻ പറ്റില്ല, എനിക്കും കാണാൻ പറ്റില്ല, ശ്രീ അനിൽകുമാറിനും കാണാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ പറയാൻ ഞാൻ പറയുന്നത് പ്രതിപക്ഷം കൊണ്ടുവന്ന ആരോപണമല്ല പ്രതിപക്ഷം കൊണ്ടുവന്നത്, പ്രതിപക്ഷം സംശയമാണ് കൊണ്ടുവന്നത്. ആ സംശയം എന്തുകൊണ്ട് നിയമസഭയെ തീർക്കാൻ മുഖ്യമന്ത്രി സന്നദ്ധനായില്ല? ഇനി അത് പോട്ടെ, അതിന്റെ കാരണം മുഖ്യമന്ത്രിക്ക് തീർക്കാനുള്ള സമയം പ്രതിപക്ഷം കൊടുത്തോ? പ്രതിപക്ഷം ബഹിഷ്കരിക്കുകയല്ലേ ചെയ്തത്? അല്ല, പ്രതിപക്ഷം എന്തുകൊണ്ടാണ് ബഹിഷ്കരിച്ചത്? പ്രതിപക്ഷം ബഹിഷ്കരിക്കാൻ കാരണം എന്ന് വെച്ചാൽ ഇങ്ങനൊരു പ്രഖ്യാപനം കൊണ്ടുവരുമ്പോൾ ആ പ്രഖ്യാപനം കൊണ്ടുവരുന്ന ഒരു നിയമസഭയുടെ കൊണ്ടുവരുമ്പോൾ 140 MLA-മാരെ വിളിച്ചു വരുത്തിയിട്ട് ഒരു ചർച്ചയ്ക്ക് മുഖ്യമന്ത്രി തയ്യാറാണെന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ബഹിഷ്കരിച്ചത്. ഇത് ആദ്യം പ്രഖ്യാപനത്തിലേക്കാണ് പോയത്. അത് വേറെ നമ്മളൊക്കെ കണ്ടതാണല്ലോ. ഞാൻ പറഞ്ഞ സമയമില്ലാത്തതുകൊണ്ടാണ് അധികം വിശദീകരിക്കാത്തത്. പ്രതിപക്ഷ നേതാവിന്റെ ജില്ല എറണാകുളം ജില്ലയിലെ ആ എറണാകുളം ജില്ല അതിദാരിദ്ര്യമുക്തമാകുന്നത് പ്രതിപക്ഷ നേതാവിന് അറിയാമായിരുന്നതല്ലേ? അത് പ്രതിപക്ഷ നേതാവ് കൂടി ഉൾപ്പെട്ട പാർട്ടിയല്ലേ ആ ജില്ല ഭരിക്കുന്നത്? അതറിയുമ്പോൾ പ്രതിപക്ഷ നേതാവ് ഈ വിമർശനം ഉയർത്താതെ പോയത് എന്തുകൊണ്ടായിരിക്കും? നോക്കൂ ഡോക്ടർ അരുൺകുമാർ, പല പഞ്ചായത്തുകളും പല ബ്ലോക്ക് പഞ്ചായത്തുകളും ഒക്കെ അതിദാരിദ്ര്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതല്ല, ഇത് ലോകത്തിന് മാതൃകയെന്ന് MP ഗോവിന്ദ മാഷ് പറഞ്ഞ പോലുള്ള പ്രഖ്യാപനമാണ്. കേരളത്തിൽ അതിദാരിദ്ര്യമില്ല, മൊത്തം തുടച്ചുമാക്കി. നമുക്ക് കാണാൻ പറ്റില്ലേ പദ്ധതി? അദൃശ്യ ശക്തിയാണത്. നോക്കൂ, എറണാകുളത്ത് സംഭവിച്ച ഞാൻ പറഞ്ഞല്ലോ, ഓരോ പഞ്ചായത്തിലും ഒരു ഗ്രാമസഭ. ഈ ഗ്രാമസഭയിൽ സാധാരണ നമുക്ക് നേരത്തെ സമയമില്ലാത്തതുകൊണ്ടാണ് ഗ്രാമസഭയിൽ പങ്കെടുക്കുന്ന ചില ഗുണഭോക്താക്കൾക്ക് വേണ്ടിയുള്ള ചില സഭകളിൽ ആളുകൾ കൂടും, അല്ലാത്തതിൽ ആളുകൾ കുറേ. അതൊക്കെ ഗ്രാമസഭകളിൽ പങ്കെടുത്തവർക്ക് അറിയാം. അപ്പോൾ ഡോക്ടർ അരുൺകുമാർ എന്നെ ആലോചിച്ച് നോക്കൂ, ഞാൻ അധികം ഗ്രാമസഭയിൽ പങ്കെടുക്കാത്ത ഒരാളാണ്. അതുകൊണ്ട് അതൊക്കെ അങ്ങനെയൊക്കെ ചർച്ച ചെയ്യുന്ന ചില വിഷയങ്ങളിൽ ചില പഞ്ചായത്തുകളൊക്കെ ചില തീരുമാനങ്ങൾ വരും. ഞാൻ പറഞ്ഞില്ല സമ്പൂർണ്ണ സാക്ഷരത ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്ന പരിപാടിയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ജില്ലാ പഞ്ചായത്ത് ഒരു പ്രഖ്യാപനം വലിയ കെങ്കേമം നടത്തി, കോട്ടയത്ത് നടത്തി. അപ്പോൾ അവിടെയൊക്കെ ഈ പ്രഖ്യാപനം നടത്തുമ്പോൾ പ്രതിപക്ഷം എവിടെയായിരുന്നു എന്നുള്ളതാണ് ഇന്ന് MP രാജേഷ് ചോദിച്ചത്. ഇനി അത് പോട്ടെ, കഴിഞ്ഞ വർഷം 57% ദരിദ്രമുക്തമായി എന്ന് സർക്കാർ നിയമസഭയിൽ പറഞ്ഞു. അപ്പോൾ ഈ പ്രതിപക്ഷം എവിടെയായിരുന്നു എന്നാണ് ചോദിച്ചത്. 2021 ഈ അന്നത്തെ തദ്ദേശ മന്ത്രി പറഞ്ഞപ്പോൾ പ്രതിപക്ഷം അതിനെ വിമർശിക്കാഞ്ഞത് എന്താണ് എന്നാണ് ചോദിച്ചത്. നോക്കൂ ഡോക്ടർ അരുൺകുമാർ, താങ്കളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു താല്പര്യം ഈ ഗവൺമെന്റിനെ ഒന്ന് സംരക്ഷിച്ച് നിർത്തണം എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്നത് താങ്കൾക്ക് മനസ്സിലാവില്ല. അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ സത്യസന്ധമായി പറഞ്ഞൊരു കാര്യം പറയാം. ജില്ലാ പഞ്ചായത്താണെങ്കിലും ബ്ലോക്ക് പഞ്ചായത്താണെങ്കിലും ഗ്രാമപഞ്ചായത്താണെങ്കിലും അവിടെ നടത്തുന്ന പ്രഖ്യാപനം പോലെ അല്ല ഒരു സംസ്ഥാനം സമ്പൂർണ്ണമായിട്ടുള്ള അതിദാരിദ്ര്യരെ ഇല്ലാതാക്കി എന്നുള്ള പ്രസ്താവന. അത് ഞാൻ പറഞ്ഞുതരാം. അതിൽ പ്രതിപക്ഷം സംശയം ചോദിക്കുമ്പോൾ, വിദഗ്ധർ സംശയം ചോദിക്കുമ്പോൾ, എറണാകുളത്ത് നിന്ന് ആരും സംശയം ചോദിച്ചിട്ടുണ്ടാവില്ല, കോട്ടയത്തും ചോദിച്ചിട്ടുണ്ടാവില്ല. നേരെ മറിച്ച് ഇപ്പോൾ സംശയം ചോദിക്കാൻ കാരണം എന്ന് വെച്ചാൽ ഇത് വിദഗ്ധർ എന്ന് പറയുമ്പോൾ നമ്മളോടെ പരിഹരിച്ചിട്ടേ ആയില്ല. എല്ലാവരും മിക്കവാറും ഇടതുപക്ഷ ഞാൻ പറഞ്ഞ ഇനി സമയമുണ്ട് ഈ മന്ത്രിക്ക്. ഇങ്ങനെ ഓരോ ദിവസവും ഓരോ ഇന്റർവ്യൂ കൊടുത്തിട്ട് കാര്യങ്ങൾ വ്യക്തമാക്കാൻ വെപ്രാളപ്പെടുന്നതിന് പകരം അവരെ വിളിച്ചൊന്ന് സംസാരിക്കുന്നേ. എത്രയോ ഈ നിമിഷം വരെയും ആ റിപ്പോർട്ടിൽ ഒരാളും സംശയം പ്രകടിപ്പിച്ചില്ല. റിപ്പോർട്ട് വായിച്ചതിന് ശേഷം നോക്കൂ ഡോക്ടർ അരുൺകുമാർ, റിപ്പോർട്ട് വായിച്ചതിന് ശേഷം സംശയങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ സംശയം ചോദിക്കുന്നവരെ പരിഹസിക്കുകയാണ് മന്ത്രി. അതല്ല മന്ത്രി ചെയ്യേണ്ടിരുന്നത്. സംശയം ഉണ്ടെങ്കിൽ അത് ദൂരീകരിക്കണം. അതിനാണ് പ്രതിപക്ഷം സംശയം ചോദിച്ചത്. അതുകൊണ്ടാണ്. അപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ സംശയത്തിൽ കുറച്ച് രാഷ്ട്രീയം ഉണ്ടായിരിക്കില്ലെന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പം ഞാൻ ഒരു കാര്യം പറഞ്ഞ് നിർത്താം. അതായത് ഇടതുപക്ഷ ഗവൺമെൻറ് ഈ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിനെ അടുത്ത കാലത്ത് ബാധിച്ചിട്ടുള്ള ഒരു ദുർവിധി എന്താണെന്ന് വെച്ചാൽ അവർ പറയുന്ന കാര്യങ്ങൾ ജനങ്ങൾ വിശ്വാസത്തിലെടുക്കുന്നില്ല. PM-ശ്രീ ഉദാഹരണം അവസാനത്തെ. അതുകൊണ്ട് ശ്രദ്ധിക്കണം ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് അവർ പറഞ്ഞത് വിശ്വസിക്കാൻ പറ്റാത്തത് കൊണ്ട് ഇതൊരു ഗ്ലാമറാക്കി മാറ്റാൻ അവർ ശ്രമിച്ചെന്നല്ലേ. പക്ഷെ അവർ പരാജയപ്പെട്ടില്ലേ?
3 സൂപ്പർ സ്റ്റാറുകൾ വന്നാലേ ഞങ്ങളുടെ ഈ പദ്ധതി ജനങ്ങൾ അംഗീകരിക്കുന്നു എന്നൊരു ചിന്ത എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് അതൊരു പ്രധാന ചോദ്യമാണ്. ഞാൻ അനുരാജിലേക്ക് കൂടി വരാം. അതിന് മുമ്പ് എനിക്ക് ഇടവേള വേണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കാരണം ഈ താരങ്ങൾ വന്ന് പ്രഖ്യാപിച്ചാൽ മാത്രമേ അതിദാരിദ്ര്യമുക്തമാകൂ കേരളം എന്ന് ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ പറ്റുകയുള്ളൂ. മന്ത്രിമാർ പറഞ്ഞാലും മുഖ്യമന്ത്രി പറഞ്ഞാലും വിശ്വസിക്കാത്തത് കൊണ്ടാണോ താരങ്ങളുടെ സാന്നിധ്യം വേണ്ടി വന്നത് എന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം ലോജിക്കലാണ്. Debate with Dr. Arun Kumar.